ടേസ്റ്റ് ആൻഡ് ടോക്സ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇതാണ്, ഒരടിപൊളി ഈവനിങ് സ്നാക്ക്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാഷ്യൂ നട്ട് ആണെന്ന് തോന്നും, പക്ഷേ കാഷ്യൂ അല്ല. കാഷ്യൂ നട്ടിൻ്റെ ഷേപ്പിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരടിപൊളി ഈവനിങ് സ്നാക്കാണ്. നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്, കുറച്ച് സ്വീറ്റാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണണം. വീഡിയോ കണ്ടതിന് ശേഷം ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സ്വീറ്റ് കാഷ്യൂ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ കറുത്ത എള്ള്, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്. വെള്ളം അല്പാൽപമായി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിന് ഒരു ബോൾ പോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. അധികം തിക്കായിട്ട് വരാതെ ശ്രദ്ധിക്കണം, കാരണം ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് എണ്ണയിൽ വറുത്തെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് അത്യാവശ്യം തിന്നായിട്ട് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഒരു കുപ്പിയുടെ അടപ്പ് എടുക്കുക. ഇതുപോലത്തെ ഒരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ട് ആ അടപ്പിൻ്റെ ഒരു വശം വെച്ചിട്ട് ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ഒരു വശം വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കാഷ്യൂവിൻ്റെ ഷേപ്പിൽ നമുക്കിതിനെ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ തന്നെ എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 അടപ്പ് വെച്ചിട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കയ്യിലുള്ളത് ഏത് കുപ്പിയാണോ അതിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നല്ല കാഷ്യൂ ഷേപ്പിലുള്ള എല്ലാം തന്നെ തയ്യാറാക്കി എടുക്കാം. എല്ലാം തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതെല്ലാം തന്നെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. 1-2 ബാച്ചായിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ നമ്മളിത് ഇളക്കി കൊടുക്കരുത്. ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കാരണം നല്ല ഈവനായിട്ട് എല്ലാ സൈഡും വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാം. ഏകദേശം കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. നല്ല ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റി ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഒന്നിച്ചിട്ട് കൊടുത്താലും ഒട്ടിപ്പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം എണ്ണയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതെല്ലാം തന്നെ സെപ്പറേറ്റ് ആയിട്ട് വരും. വറുത്ത് കോരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര ക്രിസ്പി ആയിട്ട് തോന്നില്ലെങ്കിലും കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല കറുമുറ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. വൈകുന്നേരങ്ങളിൽ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതിനകത്തെല്ലാം നല്ല വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഇല്ലാതെയും നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഫീഡ്ബാക്ക് എല്ലാം തന്നെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.